ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒത്തിരി പഴക്കമുള്ള വീഡിയോ ആണ്. പുരാണങ്ങളിലൂടെയും അതുപോലെ പാട്ടിലൂടെയും കേട്ടറിവിലൂടെയും ഒക്കെ നമ്മൾ പല ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലൊരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അത് എവിടെയെന്നല്ലേ, ആദ്യമായിട്ടാണ് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മുടെ ആദിപരാശക്തിയുടെ മൂലസ്ഥാനമെന്നും ശക്തിപീഠമെന്നും അറിയപ്പെടുന്ന ശ്രീ കോലാപ്പൂർ മഹാദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര കേട്ടോ. ഇവിടെ വന്നെത്തപ്പെട്ടത് ഒരു അത്ഭുതമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ദർശനം നടത്താമെന്ന് കേട്ടോ. സതീദേവിയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സതീദേവിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. സതീദേവിയുടെ മരണത്തിന് ശേഷം സതീദേവിയുടെ മൃതദേഹം വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രത്താൽ ബന്ധിക്കുകയും അവ 51 കഷ്ണങ്ങളായി ഭൂമിയിൽ പല ഭാഗങ്ങളിൽ പതിച്ചെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പതിച്ച ഭാഗങ്ങളാണ് ശക്തിപീഠം എന്നറിയപ്പെടുന്നത്. അതിൽ അഷ്ടദശ ശക്തിപീഠങ്ങളിൽ 7ാം സ്ഥാനമാണ് ശ്രീ കോലാപ്പൂർ മഹാലക്ഷ്മി ടെമ്പിളിനുള്ളത്. ആദിപരാശക്തിയുടെ 2ാമത്തെ അവതാരമാണ് ലക്ഷ്മി ദേവി. ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഭാവത്തിലാണ് ദേവി ദർശനം നൽകുന്നത്. ഞങ്ങൾ പോയത് ഉത്സവ സമയത്തായിരുന്നു കേട്ടോ. ഇതുപോലെ കളർ നിറഞ്ഞ കുങ്കുമങ്ങളൊക്കെ എറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. പിന്നെ അതേപോലെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കിരണ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. ദീപാവലി, പൗർണമി, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, നവരാത്രി എന്നീ ദിവസങ്ങളിൽ പ്രത്യേകത പൂജയും വഴിപാടുമൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വരാം.